أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഷഹാദത്തിനെ ഈമാൻ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താതെ ഇസ്ലാം കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയത്? കാരണം അത് നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെയുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഇസ്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. നാളെ മഹ്ശറ സഭയിൽ ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആല വിചാരണക്കെടുക്കുന്ന സന്ദർഭം ചില പ്രവാചകന്മാരുടെ കൂടെ ഒന്നോ അതിലധികമോ ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. അത്തരം ആൾക്കാരോട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും, ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് കൃത്യമായി ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തന്നിരുന്നില്ലേ, എത്തിച്ചു തന്നിരുന്നില്ലേ? ആ സമയത്ത് അവർ പറയും, ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഈ പ്രവാചകന്മാർ അത് എത്തിച്ചു തന്നിരുന്നില്ല, ഇസ്ലാം എത്തിച്ചു തന്നിരുന്നില്ല എന്ന് പറയും. ആ സമയത്ത് തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ വിചാരണ ചെയ്യും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇവർക്ക് ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന പ്രമാണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു കൊടുത്തിരുന്നില്ലേ? ആ പ്രവാചകന്മാർ അല്ലാഹുവിനോട് പറയും, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു അല്ലാഹ്. അതിന് എന്താണ് നിങ്ങൾക്ക് സാക്ഷി? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഈ ജനതക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന്? അതിനുള്ള തെളിവ് നിങ്ങൾ ഹാജരാക്കണം എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്മാർ പറയും, ഞങ്ങൾക്കുള്ള സാക്ഷി ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ് ഞങ്ങൾക്ക് സാക്ഷി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല വിചാരണക്കെടുക്കുന്നതാണ്. ആ വിചാരണക്കെടുത്തുകൊണ്ട് അവരോട് ചോദിക്കും, നിങ്ങൾ ഇവർക്ക് സാക്ഷിയാണോ? ഈ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ എല്ലാം തന്നെ അവരുടെ ജനതക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു കൊടുത്തു എന്നതിന് നിങ്ങൾ സാക്ഷിയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്ന സന്ദർഭം ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായം അതിന് മറുപടി പറയും, അതേ അല്ലാഹ്, ഞങ്ങൾ സാക്ഷികളാകുന്നു. കാരണം ഖുർആനിന്റെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞുപോയ മുഴുവൻ നബിയാക്കളും അവരുടെ ജനതക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൽ തൗഹീദ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു പഠനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ആ അധ്യാപനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മഹ്ശറ സഭയിൽ അത്തരം ആൾക്കാർക്ക്, വ്യാജവാദികൾക്ക് നാം ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി നിൽക്കുന്നതാകുന്നു. ഈ സാക്ഷ്യമാണ് നാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആ ഒരു കലിമത്ത് തൗഹീദിൽ കൂടി നാം അതിനെ ആ സാക്ഷ്യപ്പെടുത്തുന്നത്. അല്ലാതെ അതൊരു ഒരു വിശ്വാസം മാത്രമല്ല, അതൊരു കർമ്മം കൂടിയാകുന്നു. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ